നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇത്തവണ ഒളിമ്പിക്സിലും വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ തന്നെ അവർ ലക്ഷ്യം വെക്കുന്നു. മെസ്സിയെയും ഡീമരിയെയും അടക്കം കളിപ്പിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പല ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള സൂചനകൾ അവർ നൽകി കഴിഞ്ഞു. പക്ഷെ ആദ്യം ഒളിമ്പിക്സിന് യോഗ്യത നേടണം. ഇവ പ്രീ ഒളിമ്പിക്സ് ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വെനിസ്വലയിലാണ് ആ ടൂർണമെൻറ്റ് നടക്കുന്നത്. അതിൽ ഇന്നലെ നടന്ന അർജന്റീനയുടെ ആദ്യ മത്സരത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അവസാന ഘട്ടത്തിൽ 1-1 സമനില കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. 67-ാമത്തെ മിനിറ്റിൽ പരാഗ്വെ പെനാൽറ്റിയിലൂടെ ഗോൾ കണ്ടെത്തി. 90-ാമത്തെ മിനിറ്റിലാണ് ബൊണ്ടോയുടെ ഗോള് അർജന്റീനക്ക് സമനില നേടിക്കൊടുത്തത്. ഏതായാലും കളിക്ക് ശേഷം ഇപ്പോൾ ഹാവിയർ മഷറാനോ പറയുന്നു, ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. കളിക്കളത്തിൽ എന്ത് സംഭവിച്ചു അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. തീർച്ചയായിട്ടും വരുന്ന മത്സരങ്ങളിൽ ടീം കൂടുതൽ മികച്ച പ്രകടനം നടത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. TYC സ്പോർട്സ് അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഈ കളിക്കളത്തിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുകയാണ്. സൊല്യൂഷൻസിന് വേണ്ടി നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും മത്സരത്തിൽ ആ രൂപത്തിൽ തന്നെ വരുന്ന മത്സരങ്ങളിൽ നമുക്ക് പ്രകടനം നടത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അവർക്ക് ലഭിച്ച പെനാൽറ്റിയുടെ കാര്യത്തിൽ അത് ഡൗട്ട്ഫുൾ ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പെനാൽറ്റി കൊടുക്കാം, അല്ലാതെയും ഇരിക്കാം. അങ്ങനെ രണ്ട് തരത്തിലും പോകാവുന്ന ഒരു ഡിസിഷനാണ് അവിടെ സംഭവിച്ചത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും എല്ലാ ടീമുകളും ഒളിമ്പിക്സ് എന്ന ലക്ഷ്യത്തോടു കൂടി കളിക്കുമ്പോൾ ഒരു കടുത്ത പോരാട്ടം തന്നെ ഈ ടൂർണമെന്റിൽ ഉണ്ടാകും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ ഒരു മത്സരത്തിൽ അർജന്റീന മോശമില്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഗോളിലേക്ക് അവർക്ക് അത്ര മികവിൽ പന്തെത്തിക്കാൻ കഴിഞ്ഞില്ല. എച്ചുവേരിയെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് കളിപ്പിച്ചിരുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, എല്ലാ താരങ്ങളും കളിക്കാൻ ഫിറ്റാണ്, അപ്പം ഓരോ മത്സരത്തിനനുസരിച്ചായിരിക്കും താൻ ടീമിനെ ഇറക്കുക എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, ഫോർ എവറിത്തിങ് ഞാനാണ് ഇതിൽ റെസ്പോൺസിബിൾ. ഈ കാര്യത്തിൽ ഞാൻ കൂടുതൽ എനിക്ക് വ്യക്തതയുണ്ട്. സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ചലഞ്ചുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. താരങ്ങൾ ആ തരത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുകൂടി ഇപ്പോൾ ഹാവിയർ മഷറാനോ പറയുന്നു. കോൺമബോളിൻ്റെ ഒളിമ്പിക് ക്വാളിഫയർ എന്ന് പറയുമ്പോൾ 2 ഗ്രൂപ്പുകളിലായിട്ടാണ് ഇപ്പം കളി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 2 ഗ്രൂപ്പുകളിൽ നിന്ന് ടോപ്പ് 2 ടീമുകൾ വരുന്ന 4 ടീമുകൾ പിന്നീട് ഫൈനൽ ഗ്രൂപ്പ് മത്സരങ്ങൾ കൂടി കളിക്കും. ആ ഫൈനൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ നിന്നാണ് പിന്നീട് 2 ടീമുകൾ ഒളിമ്പിക്സിൽ കോൺമബോളിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കളിക്കും. ഇപ്പൊ ഗ്രൂപ്പ് ബിയിലാണ്, എന്തായാലും പ്രാഥമിക റൗണ്ടിലെ ഗ്രൂപ്പ് ബിയിലാണ് അർജന്റീനയുള്ളത്. പെറു, അർജന്റീന, പരഗ്വായ്, ഉറുഗ്വായ്, ചിലി ടീമുകളാണ് ഗ്രൂപ്പ് ബിയിലുള്ളത്. ഗ്രൂപ്പ് എയിലാണ് ബ്രസീൽ അടങ്ങുന്ന മറ്റ് കോൺമബോളിലെ ടീമുകൾ ഉൾപ്പെടുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.